കർത്താവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധ സഭ ഇന്നത്തെ വിചിന്തനത്തിനായി നമുക്ക് നൽകിയിരിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 32 മുതൽ 34 വരെയുള്ള വാക്യങ്ങളാണ്. അവർ ജെറുസലേമിലേക്കുള്ള വഴിയെ നടന്നു പോവുകയായിരുന്നു. യേശു അവരുടെ മുമ്പിൽ നടന്നിരുന്നു. അവർ വിസ്മയിച്ചു. അനുയാത്ര ചെയ്തിരുന്നവർ ഭയപ്പെടുകയും ചെയ്തു. അവൻ 12 പേരെയും അടുത്തു വിളിച്ച് തനിക്ക് സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ഇതാ, നമ്മൾ ജെറുസലേമിലേക്ക് പോകുന്നു. മനുഷ്യപുത്രൻ പ്രധാന പുരോഹിതന്മാർക്കും നിയമജ്ഞന്മാർക്കും ഏൽപ്പിക്കപ്പെടുന്നു. അവർ അവരെ മരണത്തിന് വിധിക്കുകയും വിജാതിയർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. അവർ അവനെ പരിഹസിക്കുകയും അവന്റെ മേൽ തുപ്പുകയും അവനെ പ്രഹരിക്കുകയും വധിക്കുകയും ചെയ്യും. 3 ദിവസത്തിന് ശേഷം അവൻ ഉയർത്തെഴുന്നേൽക്കും. നോമ്പിന്റെ ഈ കാലയളവിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇന്നത്തെ സുവിശേഷ ഭാഗം ഏറെ പ്രത്യാശ നൽകുന്ന ഒരു സുവിശേഷ ഭാഗമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായി നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് കർത്താവ് തന്റെ തിരുവചനത്തിലൂടെ നമ്മളെ സമാശ്വസിപ്പിക്കുന്നതിന് തത്തുല്യമായ ഒരു പ്രത്യാശ നൽകുന്ന സുവിശേഷ ഭാഗമായി ഈ സുവിശേഷ ഭാഗത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. യേശുവും ശിഷ്യന്മാരും ജെറുസലേമിലേക്കുള്ള യാത്രാമധ്യേ നിരവധി ആളുകൾ യേശുവിനെ പിന്തുടരുന്നുണ്ട്. അവരോടൊപ്പം യാത്ര ചെയ്യുമ്പോഴാണ് 12 ശിഷ്യന്മാരെ അടുത്തു വിളിച്ച് യേശുവിന്റെ പീഡാനുഭവത്തിന്റെയും ഉത്ഥാനത്തിന്റെയും സൂചന ദൈവം തമ്പുരാൻ 3ാമതും പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് നൽകുന്നത്. ഈ സുവിശേഷ ഭാഗം കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട്, ഇത് യേശുവിന്റെ പീഡാനുഭവത്തെ പറ്റിയുള്ള 3ാമത്തെ പ്രവചനമാണ്. പീഡാനുഭവത്തെ പറ്റിയുള്ള 3ാമത്തെ പ്രവചനം എന്ന സുവിശേഷം തലക്കെട്ടോടുകൂടി ഈ സുവിശേഷ ഭാഗം കൃത്യമായി നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഇത് ഈ പീഡാനുഭവത്തിന് വേണ്ടി മിശിഹാ തമ്പുരാൻ തീരുമാനിച്ച് ഉറപ്പിച്ചിരിക്കുന്നു എന്നതാണ് അതിന്റെ അർത്ഥം. ഇനി ഈ തീരുമാനത്തിൽ നിന്നൊരു പിന്നോട്ട് പോക്കില്ല, തിരിഞ്ഞു നോക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ശിഷ്യന്മാരിൽ പ്രമുഖനായ പത്രോസ് നിനക്ക് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറയുമ്പോൾ യേശു തമ്പുരാൻ സാത്താനെ നീ എന്നിൽ നിന്ന് അകന്നു പോകൂ എന്ന് പോലും അവനെ വിശേഷിപ്പിക്കുന്നു. കാരണം ഇത് ഈ പീഡാനുഭവവും പുരുഷമരണവും ഉദ്ധാരവും ഒക്കെ യേശു തമ്പുരാൻ ദൈവിക പദ്ധതിയുടെ ഭാഗമായി തീരുമാനിച്ച് ഉറപ്പിച്ച യാഥാർത്ഥ്യങ്ങളാണ്. അതുതന്നെയാണ് 3 പ്രാവശ്യം ഈ സുവിശേഷങ്ങളിൽ, പ്രത്യേകമായി വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷങ്ങളിൽ 3 പ്രാവശ്യവും യേശു പീഡാനുഭവത്തെ പറ്റിയുള്ള പ്രഖ്യാപനം നടത്തുന്നതിന്റെ സൂചനയായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഇവിടെ കർത്താവ് കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട്, വിജാതിയർക്ക് ഏൽപ്പിച്ചു കൊടുക്കപ്പെടുന്ന കർത്താവ് പരിഹാസത്തിനും പ്രഹരത്തിനുമൊക്കെ വിധേയമായി മാറുമെന്ന് മിശിഹാ തമ്പുരാൻ കൃത്യമായി സൂചിപ്പിക്കുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ സുവിശേഷ ഭാഗം നമ്മുടെ ജീവിതവുമായി ചേർത്ത് വെച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും അനേകം അവസരങ്ങളിൽ പലരുടെയും പരിഹാസത്തിനും നിന്ദകൾക്കുമൊക്കെ നമ്മൾ വിധേയരായി സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുറ്റാരോപണങ്ങൾ കൊണ്ടോ പരിഹാസങ്ങൾ കൊണ്ടോ ആളുകളുടെ മുമ്പിൽ ചെന്നു നിൽക്കാൻ കഴിയാത്ത വിധത്തിലോ നമ്മൾ വേദനകളിലൂടെ പ്രയാസങ്ങളിലൂടെയൊക്കെ കടന്നു പോയിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ ഒരുപാട്. എന്നാൽ മിശിഹാ തമ്പുരാൻ സൂചിപ്പിക്കുന്നു, ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ലോകരക്ഷകനായ ഞാൻ, ദൈവത്തിന്റെ പുത്രനായ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ പരിഹാസവും നിന്ദനയും ഒക്കെ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ ദൈവിക പദ്ധതിയുടെ ഭാഗമായിരുന്നു. ഒരു സമൂഹത്തെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയായി നിന്റെ ജീവിതത്തിലും നീ പരിഹാസങ്ങളും നിന്ദനങ്ങളും ഒക്കെ ഏൽക്കുന്നുണ്ടെങ്കിലും നീയും എന്തൊക്കെയോ ദൈവിക പദ്ധതിയുടെ ഭാഗമായി കൂട്ടിച്ചേർക്കപ്പെടുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥമെന്ന് കർത്താവ് സൂചിപ്പിക്കുകയാണ്. ഒരു സമൂഹത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു മിശിഹാ തമ്പുരാൻ ഈ നിന്ദനവും പീഡനവും ഒക്കെ ഏറ്റതെങ്കിൽ നിന്റെ ജീവിതത്തിൽ വരാനിരിക്കുന്ന വലിയ നന്മയ്ക്ക് വേണ്ടിയാണ് നീ ഇപ്പോൾ ഇങ്ങനെയുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നത് എന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ്. മിശിഹാ തമ്പുരാൻ ലോകത്തിന്റെ രക്ഷകനായിരുന്നിട്ടും പരിഹാസങ്ങളേറ്റു, നിന്ദനകളേറ്റു, ഏറ്റവും അപമാനിതമായ രീതിയിൽ തുപ്പലേറ്റു എന്നും നമ്മൾ മനസ്സിലാക്കുന്നു.
ഒരു മനുഷ്യനെ അധിക്ഷേപിക്കുന്നതിന്റെ അങ്ങേയറ്റമാണ് ആ മനുഷ്യനെ തുപ്പുക എന്നത്. അപ്പോൾ ആ അധിക്ഷേപത്തിന്റെ അങ്ങേയറ്റം വരെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന ദൈവപുത്രൻ ആ വലിയ പീഡകളിലൂടെ, നിന്ദനങ്ങളിലൂടെ കടന്നുപോയത് ഒരു സമൂഹത്തിന്റെ, ഒരു സഭയുടെ മുഴുവൻ രക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതങ്ങളിലും ഈ പരിഹാസങ്ങളിലൂടെയും നിന്ദനകളിലൂടെയും ഒക്കെ കടന്നു പോകുമ്പോഴും ഇതും ദൈവീക പദ്ധതിയുടെ ഭാഗമാണെന്ന് തിരിച്ചറിവ് നമുക്കുണ്ടാകണമെന്ന് മിശിഹാ തമ്പുരാൻ സൂചിപ്പിക്കുകയാണ്. പഴയ നിയമത്തിലേക്ക് കടന്നു പോകുമ്പോൾ ജോബിന്റെ പുസ്തകത്തിൽ ഒരുപാട് സഹനങ്ങളിലൂടെ, വേദനകളിലൂടെ ജോബ് കടന്നു പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്തിനു വേണ്ടിയായിരുന്നു നീതിമാനായ ജോബ് ഈ സഹനങ്ങൾ ജീവിതത്തിൽ ഏറ്റെടുക്കേണ്ടി വന്നത് എന്ന് ഒറ്റയടിക്ക് ചോദിക്കുമ്പോൾ അതിന് നമുക്ക് ആർക്കും ഉത്തരം കണ്ടെത്താൻ കഴിയില്ല. എന്നാൽ ദൈവീക പദ്ധതിയുടെ ഭാഗമായി ദൈവം തന്ന സഹനങ്ങളിലൂടെ ജീവിതത്തെ മുന്നോട്ട് നയിച്ചപ്പോൾ ജോബിന് ജീവിതത്തിൽ ഒന്നും നഷ്ടമാകുന്നില്ല, മറിച്ച് ദൈവമെല്ലാം തിരിച്ചു കൊടുക്കുന്ന അനുഭവമാണ് ജീവിതത്തിൽ, ജോബിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഇത് തന്നെയാണ് ഈ സുവിശേഷം നമുക്ക് നൽകുന്ന വലിയ പ്രത്യാശ. ഈ സഹനങ്ങളിലൂടെ, നിന്ദനകളിലൂടെ, തുപ്പലേക്കുന്ന അവസ്ഥകളിലൂടെയൊക്കെ കർത്താവ് കടന്നുപോകും എന്ന് കർത്താവ് ശിഷ്യന്മാരോട് പറയുമ്പോഴും ഈ സുവിശേഷത്തിന്റെ അവസാന ഭാഗത്തിൽ കർത്താവ് സൂചിപ്പിക്കുന്നു, 3 ദിവസത്തിന് ശേഷം അവൻ ഉയർത്തെഴുന്നേൽക്കും. വലിയ പ്രത്യാശ നൽകുന്ന ഒരു വിശുദ്ധ വേദവചനമാണ്. 3 ദിവസത്തിന് ശേഷം അവൻ ഉയർത്തെഴുന്നേൽക്കും. നിന്റെ ജീവിതത്തിൽ എത്രമാത്രം പരിഹാസങ്ങളിലൂടെയും നിന്ദനകളിലൂടെയും മറ്റുള്ളവരുടെ തുപ്പലേറ്റുമൊക്കെ ജീവിതത്തിൽ മുന്നോട്ട് പോയാലും അതൊക്കെ നിന്റെ ജീവിത അവസാനം വരെ നീണ്ടു നിൽക്കുന്ന കാര്യങ്ങളല്ല, മറിച്ച് അതിൽ നിന്നൊക്കെ മോചനം ലഭിക്കുന്ന ജീവിത സാഹചര്യം നിനക്ക് ദൈവം തമ്പുരാൻ നൽകുമെന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ എങ്ങനെ മരണത്തെ തോൽപ്പിച്ച് ജീവിതത്തിൽ ഉദ്ധാനം ചെയ്യുന്നുവോ അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിന്റെ സഹനങ്ങളെ, പ്രതിസന്ധികളെ, പ്രയാസങ്ങളെ, അന്യരുടെ വേദനിപ്പിക്കുന്ന പ്രയാസങ്ങളെയൊക്കെ അതിജീവിച്ച് ശക്തി പ്രാപിച്ച് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ നിനക്ക് കഴിയും എന്ന് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയമുള്ളവർ, ഈ ദിവസം നമുക്ക് വലിയ പ്രത്യാശയോടും സന്തോഷത്തോടും കൂടെ ദൈവസന്നിധിയിൽ ജീവിക്കാനായി പ്രത്യേകമായി പരിശ്രമിക്കാം. ജീവിതത്തിന്റെ ഏതൊക്കെ വേദനകളിലൂടെ, പ്രയാസങ്ങളിലൂടെ നമ്മൾ കടന്നുപോയാലും അതിനെയൊക്കെ തരണം ചെയ്യുവാൻ കഴിയുന്ന വലിയ ശക്തിയായി ദൈവം നമ്മളോട് എപ്പോഴും ഉണ്ടാകുമെന്നുള്ള വലിയ പ്രത്യാശ നമ്മളെ ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കട്ടെ. കർത്താവ് പ്രത്യേകമായി പറയുന്നത് പോലെ 3 ദിവസത്തിന് ശേഷം അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് മിശിഹാ തമ്പുരാൻ വചനത്തിൽ സൂചിപ്പിക്കുന്നത് പോലെ ജീവിതത്തിന്റെ എല്ലാ എല്ലാ പ്രതിസന്ധികളെയും, പ്രശ്നങ്ങളെയും, സഹനങ്ങളെയും, അധിക്ഷേപങ്ങളെയും ഒക്കെ അതിജീവിച്ചുകൊണ്ട് ഉദ്ധാനം ചെയ്യുന്ന വലിയ മഹത്വത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്ന ജീവിതങ്ങളായി നമ്മുടെ ജീവിതങ്ങളെ സർവേശ്വരൻ മാറ്റട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഈ ദിവസം ദൈവതിരുസന്നിധിയിൽ ഏറെ സന്തോഷത്തോടുകൂടെ ജീവിക്കാം. മിശിഹാ തമ്പുരാൻ നാം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.